പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ കഷ്ടങ്ങളുടെ അപ്പം തന്നാൽ നമ്മൾ ഐസയാ 30-20 ഇപ്പോൾ വായിച്ചതുപോലെ ഇപ്പോൾ ഈ രോഗിയിൽ നിന്ന് അല്ലെങ്കിൽ ശുശ്രൂഷ എവിടെയാണ് നീ ശുശ്രൂഷിക്കുന്നത് ആ ഇടത്തിൽ നിന്ന് നമുക്ക് കഷ്ടതയുടെ അപ്പം തന്നാലും അപ്പോൾ ആ വ്യക്തിയല്ല, നമ്മൾ ശുശ്രൂഷിക്കണ വ്യക്തിയല്ല, മറിച്ച് കർത്താവാണ് തരുന്നത് എന്നുള്ള തിരിച്ചറിവ്. കർത്താവാണ് തരുന്നത്. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതാണ് കൂലി എന്ന് പറയുന്നത്. അപ്പോൾ കൂലി തരണത് ആരാണ്? ഇപ്പം 10:7 നമ്മൾ വായിക്കുന്നു ലൂക്കായുടെ സുവിശേഷം. വേലക്കാരൻ തൻ്റെ കൂലിക്കരക്കനാണ്. 10:8 വായിക്കുന്നു വിളമ്പണത് ഭക്ഷിക്കാൻ. നമുക്ക് എന്താ തരണത് അത് ഭക്ഷിക്കണം. ഇപ്പം എന്താ പറയണത്? ഈ കൂലി തരണത് ആരാണ്? കർത്താവാണ്, അല്ലാതെ ആ രോഗിയല്ല. അവിടെ അതാണ് വിഷയം വരുന്നത്. ഇത് ഈ വചനത്തോട് കൂട്ടി വെക്കേണ്ടത് ഐസയാ 30:20 എന്താണ്? കർത്താവ് എനിക്ക് ഏറ്റുപറഞ്ഞേ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു അതാണ് പ്രശ്നം. ഇപ്പൊ കർത്താവല്ലത് ഗുരുവാ. കർത്താവ് നമ്മളെ പഠിപ്പിക്കുക കുറേ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ 45 നമ്മൾ വായിക്കണില്ലേ, ഈ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് കുറച്ച് പിള്ളേരെ പഠിപ്പിച്ചും കുറച്ച് പിള്ളേരെ പഠിപ്പിക്കാതിരിക്കുമെന്ന് അല്ല. കുറച്ച് പിള്ളേരെ പഠിപ്പിക്കും, കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കും എന്നല്ല പറയണത്. 45 യോഹന്നാൻ്റെ സുവിശേഷം എന്താണ്? അവരെല്ലാവരും ഏറ്റുപറഞ്ഞേ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. അപ്പൊ ഈ വചനം തമ്മിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പം തരും. അപ്പം തരണത് ആരാണ്? കർത്താവ്. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. അപ്പം പഠിപ്പിക്കുന്നത് ആരാണ്? ദൈവം. അപ്പം എല്ലാ വിഷയത്തിലും ആരെ കാണണം? നാത്തുവിനെ കാണരുത്, അയൽവാസിയെ കാണരുത്, നിനക്ക് പാര വെക്കുന്നവർ, നിനക്ക് സൂചി വെക്കുന്നവരെ ആരെയുമേ കാണാൻ പാടില്ല. പിന്നെ ആരെ കാണണം? കർത്താവിനെ കാണണം. കർത്താവിനെ മാത്രം കാണണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ വചനത്തിൻ്റെ കൂടെയാണ് ലൂക്ക 13:8 ചേർത്ത് ധ്യാനിക്കുന്നത്. കാര്യം വെച്ചാൽ ലൂക്ക 13:8 പറയണത് ചില മരങ്ങൾ നമുക്ക് വരുമാനമൊന്നും തരത്തില്ല. ചില മരങ്ങൾ നമുക്ക് വരുമാനമൊന്നും തരത്തില്ല എന്നാണ് പറയണത്. അപ്പം അതുകൊണ്ട് അത് കൃഷിക്കാരൻ ചോദിക്കും, അത് വെട്ടിക്കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ യജമാൻ്റെ കൈ ഉയരും, അരുതെന്നും പറഞ്ഞുകൊണ്ട്. വെട്ടണ കാര്യം പറയുമ്പോൾ എപ്പോഴും കർത്താവിൻ്റെ കൈ ഉയരും, അരുത്. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒഴിവാക്കണം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വിഷമം ഉണ്ടാക്കുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വെട്ടാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ കർത്താവ് എതിരെ വരും. വെട്ടണ്ട, നിൽക്കട്ടെ എന്ന് പറയും. നമുക്ക് ഒരു അവസരം തരാമെന്ന്, നമുക്കൊരു അവസരം കൂടി കൊടുക്കാം. അവസരങ്ങൾ കൊടുക്കണ ദൈവം. കർത്താവിൻ്റെ പഠനങ്ങളിൽ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. നമ്മൾ ക്ഷമയെന്നാണ് അതിനെ പറ്റി പറയണത്. ചുമ്മാ ക്ഷമയെന്നും പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നമുക്കൊരു അവസരം, ദൈവം ഒരു അവസരം എന്തിനാ കൊടുക്കണത്? ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വരുമാനം ഇല്ലാത്ത വിഷയം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് അനുകൂലമായി, നെഗറ്റീവല്ല, പോസിറ്റീവായിട്ടുള്ള വരുമാനമാണ്. പോസിറ്റീവായിട്ട് വരുമാനമില്ലാത്ത നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന, സൗഖ്യം ഉണ്ടാക്കുന്ന, വളർച്ച, ഭൗതിക വളർച്ച ഉണ്ടാക്കുന്ന
ഒരു ഗുണവും ഇല്ലാത്ത വിഷയങ്ങൾ ചെയ്യില്ല. ഇപ്പം ഞാൻ ചില സമയത്ത് കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഈച്ചനെ എന്തിനാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സാധനം കാണുമെങ്കിലും അരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് ഈ പാമ്പ് വർഗ്ഗങ്ങൾ എന്തുമാത്രമുണ്ട്. ഇതിനെ കാണുന്നത് കാരണം ഒരു പാമ്പ് കടിക്കണ പേടിയല്ല, ഇതിനെ കാണാൻ തന്നെ ഒരു വൃത്തികേടാണ് ഈ സാധനത്തിന്. അപ്പം ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവ് ഈ പാമ്പിനെയൊക്കെ ഒഴിവാക്കി എന്തിനാ സൃഷ്ടിച്ചെന്ന് ചോദിക്കും. അപ്പം നമുക്കിങ്ങനെ എന്തെങ്കിലും നമുക്കിഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കണമെന്നുള്ള ഒരു രീതിയാണ്. നമുക്കിഷ്ടമില്ലാത്ത കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന്, അതൊരു മെൻറ്റാലിറ്റിയാണ്. അല്ല, അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായൊരു മെൻറ്റാലിറ്റിയാണ്. നമുക്കിഷ്ടമില്ലാത്തതിന് അവസരം നിഷേധിക്കണമെന്ന്, നമുക്കിഷ്ടമില്ലാത്തതിന് അവസരം നിഷേധിക്കണം എന്ന് വെച്ചാൽ നമുക്ക് സുഖവും താല്പര്യവും സന്ധിപ്പും സമാധാനവും സന്തോഷവും സമ്പത്തും അധികാരവും പേരും തരാത്ത ഒന്നിനെയും വെച്ച് പൊറുപ്പിക്കരുത് എന്നുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നിലപാടിന് എതിരെയാണ് ക്രിസ്തു. അതാണ് കുരിശെന്ന് പറയുന്നത്. കുരിശ് കാണുമ്പോൾ തന്നെ നോക്കുമ്പോൾ എന്തിൻ്റെ എതിരാണല്ല, എതിർചിഹ്നമാണല്ല കുരിശ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുഖം, നമുക്ക് സംരക്ഷണം, നമുക്ക് സമ്പത്ത്, നമുക്ക് അധികാരം, നമുക്ക് സന്തോഷം, നമുക്ക് സുരക്ഷിതത്വം, നമുക്ക് പേര്, നമുക്ക് പെരുമ, ഇങ്ങനെ തരാത്ത എല്ലാ സാഹചര്യങ്ങളും വ്യക്തികൾക്കും അവസരം നിഷേധിക്കുക എന്നുള്ള നിലപാടാണ് ലോകത്തുള്ള നിലപാട്. ഈ നിലപാടിനെതിരാണ് ഈശോ പറയണത് 13:8 അതവിടെ നിൽക്കട്ടെ എന്ന് പറയണത്. ഒരു പക്ഷേ നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം, നാളെ കുറച്ചുകൂടി മെച്ചമായിരിക്കും. അയ്യോ, എന്നാ ഒരു വചനമാ കർത്താവിൻ്റെത്. അതായത് നാളെ കുറച്ചുകൂടി മെച്ചമായിരിക്കുമെന്ന്. മനുഷ്യരാശിയുടെ ഹൃദയത്തിലേക്ക് ദൈവയുടെ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഇട്ടിട്ട് പോയ വിത്തതാണ് നാളെ. ഇന്നിങ്ങനെയാണെങ്കിൽ വിഷമിക്കണ്ട, നാളെ നിന്റെ ജീവിതം, നിന്റെ വീട്, നിന്റെ ഭാവി കുറച്ചുകൂടി മെച്ചമായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ായിരിക്കും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അവസരം കൊടുക്കുന്ന അപ്പൻ്റെ കാത്തിരിപ്പിൻ്റെ മാനസികാവസ്ഥയില്ലേ, അതാണ് ദൈവ മനസ്സെന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കിയാലേ നമ്മളീ ധൂർത്തപുത്രൻ എന്ന നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കഥയില്ലേ, അതിലെന്താ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടിയൊഴുക്ക് എന്താണ്? ഒരവസരം കൂടി കൊടുക്കണം, മകനാകാൻ ഒരു അവസരം കൂടി. അയ്യോ, എന്ത് രസമാണ് കേൾക്കാൻ. മകനാകാൻ ഒരവസരം കൂടി കൊടുക്കണം പിതാവിൻ്റെ കഥയാണത്. അവനൊരു അവസരം ചോദിച്ചില്ല, അവസരം ചോദിച്ചില്ല. അവൻ പറഞ്ഞു, അപ്പാ അബദ്ധം ഒത്തിരി വന്നുപോയപ്പാ എന്ന് പറയും. അവൻ കണ്ണുനീരോടെയാണ് പറയണത്, എല്ലും കോലുമായെന്ന് പറഞ്ഞത്. അപ്പാ ഒത്തിരി അബദ്ധങ്ങൾ വന്നുപോയപ്പാ, ഒരബദ്ധം തന്നെയാണ് എൻ്റെ ജീവിതം. എങ്കിലും ഈ വേദിക്കെട്ടിൻ്റെ ഉള്ളിലേ നിൻ്റെ വേലക്കാരനാകാൻ ഒരവസരം. അയ്യോ, എന്തൊരു ചോദ്യമാണ് അവൻ്റെ. അപ്പാ അബദ്ധങ്ങൾ വന്നുപോയപ്പാ, എങ്കിലും നിൻ്റെ വേലിക്കെട്ടിനുള്ളിൽ ഒരു വേലക്കാരനാകാൻ ഒരവസരം. വേലക്കാരൻ അത് കെഞ്ചി ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അപ്പൻ തളർന്നിട്ട് പറയും, അങ്ങനെ വേലക്കാരനാകാൻ ഒരവസരം നിനക്ക് അതിൻ്റെ ധർമ്മമല്ല. എന്നിട്ട് അപ്പം പറയും, നിങ്ങൾ അവന് കൈവിരലിലെ മോതിരമിട്. പിന്നെ അപ്പം വേലക്കാരോട് പറയും, നിങ്ങൾ അവന് കാലിൽ ചെരുപ്പിട്. എന്നിട്ട് അപ്പം വേലക്കാരനോട് പറയും, നിങ്ങളവന് നല്ല ഉടുപ്പ് കൊണ്ടുവന്നിട്, ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞൊന്ന് കാണട്ടവനെ. പണ്ടത്തെ എൻ്റെ മകനല്ലേ, അവനൊന്ന് കാണട്ടെ. പിന്നെ പറയും, നിങ്ങൾ കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ല്, നിങ്ങൾ വിരുന്നൊരുക്ക്, നമുക്കൊരുമിച്ച് ഭക്ഷിക്കാം. നൃത്തക്കാരെ വിളിച്ചുകൊണ്ട് വാ
ഇങ്ങനെ അപ്പനിങ്ങനെ എല്ലാം പറയുമ്പോൾ അപ്പം പറയാതെ പറയണ ഒരു കാര്യമുണ്ട്. 15:22 അതായത് മകനെ, നിനക്കൊരവസരം വേലക്കാരനായി ചോദിച്ചാണ് നീ, പക്ഷെ ഞാൻ നിനക്ക് തരണത് മകനാകാൻ കൂടി ഒരു അവസരമാണ്. അത് നിനക്ക് തരണ ധർമ്മമല്ല, അത് നിനക്ക് തരണ ഔദാര്യമല്ല, അത് നിനക്ക് തരണ ഓശാരമല്ല, അത് ഞാൻ നിനക്ക് തരണ അവകാശമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ മഹത്വം. മഹത്വം. ഹല്ലേലൂയ. 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 യേശുവേ ഹല്ലേലൂയ. 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 യേശുവേ ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഈ അപ്പൻ്റെ മാനസികാവസ്ഥകൾ പിന്നെയും വെളിവാകുന്നത് മത്തായി 20:15 അപ്പൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അതായത് വേലക്കാരൻ്റെ അവസരം ചോദിച്ചവന് മകൻ്റെ അവകാശം കൊടുത്തിട്ട് പറയും അത് ഔദാര്യമല്ല, നിൻ്റെ അവകാശമാണെന്ന് പറയുന്ന അപ്പൻ്റെ മനസ്സില്ലേ? ഇതാണ് ദൈവ മനസ്സ്. എന്നിട്ട് ഈ ദൈവ മനസ്സ് വെളിപ്പെടുത്തുന്ന പുസ്തകത്തിനെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്, ഇത് കാളയെക്കുറിച്ച് എഴുതിയിട്ടില്ല. കാളയെക്കുറിച്ച് പറഞ്ഞാലും ദൈവത്തിന്റെ മനസ്സിൽ നീയാണ്, മനുഷ്യനാണ്. ശ്രുതികട. ഹല്ലേലൂയ. ആദ്യം തന്നെ മാതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് എലിസബത്ത് ഐസക്. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത് 2023 ഡിസംബറിലാണ്. ഡിസംബർ 26 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാകാനായിട്ട് ആഗ്രഹിച്ചിട്ട് 7 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കുണ്ടാകുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല, പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉണ്ടാകാത്തതെന്ന് നമുക്കറിയില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഞങ്ങൾക്കുണ്ടായില്ല. അന്നേരവും ഇവിടുന്ന് ഞാൻ ഉടമ്പടി നിയോഗങ്ങൾ എഴുതിയിട്ടു. 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റായി. കുഞ്ഞിനെ ക്യാരിങ്ങായി 6-ാം മാസം തൊട്ട് എനിക്കും ഓരോ കോംപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എനിക്ക് ഷുഗറാണ് എൻ്റെ മുന്നിൽ നിന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു അത് കൺട്രോൾ ചെയ്യണം. നമ്മൾ കൺട്രോൾ ചെയ്തു. എന്നിട്ട് 6-ാം മാസം ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. 1 മന്ത് അതിനുള്ള ഇഞ്ചക്ഷൻ ഞാൻ എടുത്തുകൊണ്ടിരുന്നു. 7-ാം മാസം ആയപ്പോഴത്തേന് എനിക്കൊരു പനി പിടിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. ഞാനൊരു നേഴ്സാണ്, പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ മറ്റുള്ള രോഗികളെ ശുശ്രൂഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചപ്പോഴാണ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവരെ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് ഞാനന്ന് മനസ്സിലാക്കിയത്. ഞാൻ അന്നേരവും മാതാവിനോട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി യേശുനാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ളൂ. എനിക്ക് വളരെ ടെൻഷനുള്ള ആളാണ്, പക്ഷേ ആ സമയത്തും എനിക്ക് പ്രത്യേകമായ ഒരു ശക്തിയാണ് തന്നുകൊണ്ടിരുന്നത്. അത് ഈശോയും മാതാവും എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കൂടുതൽ ആ ശക്തി ഞങ്ങൾക്ക് പകർന്നു തരികയായിരുന്നു. 8-ാം മാസമായപ്പോഴത്തേനും പിന്നെയും ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ വെയിറ്റ് അന്നേരം കുറഞ്ഞു പോയി, കുഞ്ഞിൻ്റെ വെയിറ്റ് കൂട്ടണം. എങ്ങനെ കൂട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, അതായത് അരിയാഹാരങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ ഷുഗർ കൂടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മുട്ട മാത്രം, പ്രോട്ടീനായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. മുട്ട മാത്രം എടുക്കുമ്പോഴത്തേനും നമ്മൾ അരിയാഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുട്ട മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റുന്നില്ല. അവസാനം എങ്ങനെയെങ്കിലും ഒന്ന് ഡെലിവറി ആവണം എന്ന് മാത്രമുള്ള ചിന്തയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ദൈവം എനിക്കൊരു ശക്തി തന്നുകൊണ്ടിരുന്നു. എനിക്ക് ഒരു ദിവസം ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ആ ചേച്ചിക്ക് കോംപ്ലിക്കേഷൻ ഷുഗറാണ്. അപ്പോൾ ആ ചേച്ചി പറയുന്നത് കേട്ടു, ഞാൻ കൂടുതൽ ജപമാല ചൊല്ലുന്നു. അപ്പം ഞാൻ ഡെയിലി 2 ജപമാല ചൊല്ലുന്നുള്ളൂ. പക്ഷേ ദൈവം ഞാനെപ്പോഴും ഓർക്കുമായിരുന്നു എങ്ങനെ ഇവർക്കിങ്ങനെ സാധിക്കുന്നു ഇതിന് മാത്രം ജപമാലകൾ ചൊല്ലാൻ. പക്ഷേ ദൈവം അതിനൊരു അവസരം ഉണ്ടാക്കി തരികയായിരുന്നു എന്നെനിക്കത് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ ഡെയിലി ഓരോ ദിവസവും ഞാൻ എൻ്റെ ജപമാലകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു. ഉറങ്ങുമ്പോഴാണേലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ദുഃഖവെള്ളിയാഴ്ചയായി ഡോക്ടറിനെ കാണേണ്ട ദിവസമായി 37 വീക്കിൽ.
അപ്പം ഡോക്ടർ ചോദിച്ചു, എന്താടോ താൻ പ്രസവിക്കാത്തത്? ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ കുഞ്ഞ് പുറത്ത് വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, 2 ദിവസം കഴിയുമ്പോൾ, 2-ാം ദിവസം ഞായറാഴ്ചയാണ്, എനിക്ക് ഈസ്റ്റർ കൂടണം, അതിന് ശേഷം ആയിക്കോട്ടെ. അപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെ. എന്താണെങ്കിലും ഈസ്റ്റർ കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രിയിൽ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ആ കുഞ്ഞിന് വേറെ കോംപ്ലിക്കേഷനൊന്നും കൂടാതെ, എനിക്കും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊന്നും കൂടാതെ കുഞ്ഞിൻ്റെ നോർമൽ ഡെലിവറി ആയിട്ട് മോനിപ്പോൾ 4-ാം മാസമായി. മോന് പേരിട്ടേക്കുന്നത് ദാനിയൽ ഐസക് ഷാൻ എന്നാണ്. എനിക്ക് എൻ്റെ ഡെലിവറി, എനിക്ക് പ്രഗ്നൻസിയൊക്കെ ലേറ്റ് ആയതും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് എൻ്റെ ശരീരവേദനകൾ, അതായത് ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന രോഗം എനിക്കുണ്ടായിരുന്നു. അത് എൻ്റെ മൂത്ത കുട്ടി ഉണ്ടായതിന് ശേഷമാണ് എനിക്ക് അത് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തു, തിരുമിച്ചു, പക്ഷേ എന്നിട്ട് ഒരു കുറവുണ്ടായില്ല. ഇവിടെ നിയോഗത്തിൽ എഴുതി വെച്ചു. എനിക്ക് ആ കൂട്ടത്തിൽ തന്നെ സിയാറ്റിക്ക നെർവ് പെയിൻ, നമ്മുടെ 2 കാലിൻ്റെയും ഞരമ്പ്, താഴേക്ക് ഞരമ്പ് വേദന വരും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റില്ല. ഞാൻ 7 വർഷം കിടന്നുകൊണ്ടിരുന്നത് ഒരു ചരിഞ്ഞ് മാത്രമാണ്. നമുക്ക് നേരെ നിവർന്ന് കിടക്കണമെങ്കിൽ അതൊരു സമയമെടുക്കും. ഞാനൊന്ന് തിരിഞ്ഞ് നേരെ നിവർന്ന് കിടക്കണമെങ്കിൽ, കട്ടിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് സ്റ്റോപ്പ് ചെയ്തു. രോഗികൾ ഇങ്ങോട്ട് പറഞ്ഞു, സിസ്റ്ററെ നിനക്ക് പറ്റില്ല, നീ എങ്ങനെ രോഗികളെ നോക്കും? അങ്ങനെ ഞാൻ ഡ്യൂട്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തത്. എന്താണെങ്കിലും ദൈവം എൻ്റെ പ്രാർത്ഥന, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ച ആ വേദനയും 90% മാറിക്കിട്ടി. 100% എനിക്കത് മാറ്റിത്തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ പറയാനുള്ള എൻ്റെ ഒരു സാക്ഷ്യം, എൻ്റെ നേഴ്സിങ്ങിൻ്റെ ലൈസൻസ് റിന്യൂവലായിരുന്നു. അത് 2024 മെയ്യിൽ ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടിയിരിക്കണം എനിക്ക്. അതിന് മുന്നേ കിട്ടിയാൽ മാത്രമേ എനിക്ക് പ്രയോജനമുള്ളൂ. ഞാൻ വർക്ക് ചെയ്യാൻ പോകാത്തത് കൊണ്ട് ഇത് റിന്യൂ ചെയ്ത് കിട്ടുക എന്നുള്ള കാര്യം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പൂശി, ഉടമ്പടി കാശുരൂപം കൈപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയും കൂടി ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൽ പോയി ചോദിച്ചു. അപ്പോൾ ആൾ പറയുന്നത്, നിങ്ങൾ ഏജൻസിയിൽ പോകുമെന്ന് മാത്രം. പിന്നെയും ഞങ്ങൾ റിപ്പീറ്റ് പോയി. ഇത് തന്നെ റിപ്പീറ്റ് വന്നപ്പോൾ നമ്മൾ അന്നേരം ചിന്തിച്ചു, ഇനി ആ വഴിക്കായിരിക്കും നമുക്കുള്ള മാർഗം ഇരിക്കുന്നത്. നമ്മളിത് അവർക്കങ്ങോട്ട് പൈസ കൊടുത്തിട്ട് വേണം നമ്മൾ ജോലിയും ചെയ്ത് റിന്യൂ ചെയ്ത് കിട്ടാൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസയൊന്നുമല്ല, അവിടുത്തെ 25,000 ദിർഹം കൊടുത്തിട്ട് വേണം നമ്മൾ ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ചെയ്യുന്നേക്കാളും ഭേദം, നിങ്ങൾ ജോലി ചെയ്യുന്നേക്കാളും ഭേദം എന്തിനാണ് നിങ്ങളെങ്ങനെ ഇത് ചെയ്യുന്നത്, അതിനേക്കാളും ഭേദം വേറൊരു രീതിയാണ് എന്ന് പറഞ്ഞു. അന്നേരവും നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ നീ ഞങ്ങൾക്ക് മാർഗം കാണിച്ചു തരണമേ എന്ന്. അങ്ങനെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് മെയ് മാസം 10-ാം തീയതി, 15-ാം തീയതി റിന്യൂ ചെയ്ത്, ലാസ്റ്റ് ഡേറ്റാണ് 10-ാം തീയതി എനിക്ക് റിന്യൂ ചെയ്ത് കിട്ടിയ നഴ്സിങ്ങിൻ്റേത്. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ ദൈവാനുഭവം. അതുപോലെ തന്നെ കൃപാസന, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം മുടക്കം കൂടാതെ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഡെയിലി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട്. ഈ ഡെയിലി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2012 വരെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമായിരുന്നു. 2012 തൊട്ടേ എനിക്ക്, ഞാൻ സൗദിയിലായിരുന്ന സമയത്തൊന്നും അവിടെ പള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ എൻ്റെ പപ്പ എന്നോട് നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ ഇത് ഇപ്പം കണ്ടോ, മനസ്സിലായോ, നമുക്ക് വിശുദ്ധ കുർബാന ഇല്ലാത്ത സമയത്ത് ദൈവം നമ്മൾക്ക് നേരത്തെ പള്ളി പോകാൻ പറയുന്ന സമയത്ത് പോകണമെന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലായോ എന്ന് നമ്മളോട് പറഞ്ഞു തരും. അപ്പം പപ്പയുടെ ജീവിതം കണ്ടാണ് ഞങ്ങളും വളർന്നു വന്നേക്കുന്നത്. പപ്പ ഡെയിലി പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ അബുദാബി ചെന്നിട്ടും എനിക്ക് ഈ വേദനകളൊക്കെ കൊണ്ട് എനിക്ക് സെൽഫായിട്ട് എനിക്കൊരാൾ ഹെൽപ്പ് വേണം, എന്നാൽ മാത്രമേ, എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ മാത്രമേ എനിക്കൊന്ന് പുറത്തോട്ട് പോകാനും ഒക്കെ സാധിക്കുന്നുള്ളൂ, അല്ലാതെ പറ്റുന്നില്ല. ഞാൻ ചിലപ്പോൾ ഒരു 2-3 സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പം ചിലപ്പം വീണ് പോകും എന്നുള്ളൊരവസ്ഥ വരെ. അപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ആ സമയത്തും
ഞാൻ പ്രാർത്ഥിക്കും, ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വചനം മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവിനെന്നാണ്. ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പ്രാർത്ഥിക്കാണ്ട് ഒരാഴ്ച ചിലപ്പോൾ അത് ഈ വേദന ഓർത്ത് പ്രാർത്ഥിക്കും. വേദന വരും, പിന്നെ ഞാൻ അതങ്ങ് വിട്ടുകളയും. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാനും ഇത്രയും എൻ്റെ ശരീരവേദനകൾ മാറിക്കിട്ടാനും എൻ്റെ ആധ്യാത്മികമായ ജീവിതത്തിൽ കുമ്പസാരിക്കാൻ 2 ആഴ്ച കൂടിയൊക്കെ കുമ്പസാരിക്കാനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനും ഇവിടുന്ന് കൃപാസന പത്രം കിട്ടുന്ന പത്രം മടികൂടാതെ കൊടുക്കുവാനും മറ്റുള്ളവർ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ അവരുടെ വേദനകൾ പറയുമ്പോൾ എൻ്റെ അനുഭവം വെച്ച് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലെ അങ്ങനെ ചെയ്യുക, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, ഇവിടുത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയാൻ സാധിച്ചു. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെ ചെയ്യാൻ പറ്റില്ല. എങ്കിലും കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ ആരൊക്കെ നമ്മളോട് ബുദ്ധിമുട്ട് പറയുന്നോ അവരെയൊക്കെ നമ്മൾ സാമ്പത്തികമായി സഹായിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മിനിസ്ട്രി ആയിട്ട്, അതായത് നഴ്സസ് മിനിസ്ട്രി ഇങ്ങനെയൊക്കെ കൂടുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയേറെ നന്മകളും അനുഗ്രഹങ്ങളും തന്ന ദൈവത്തിന് 1000 ഞാൻ നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ബിനില. ഞാൻ കണ്ണൂർ ജില്ലയിൽ മുളപ്രടവക അൽഫോൻസ ചർച്ചിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2021 ഞാൻ ആദ്യം കൃപാസനത്തെ പറ്റി കേൾക്കുന്നത്. അതെൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാൻ കേട്ടത്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് അത്ര വിശ്വാസം തോന്നിയില്ല. പിന്നെ അതിനെപ്പറ്റിയുള്ള ട്രോളുകൾ കണ്ടപ്പോഴും അപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസം അത് പോയി. പക്ഷെ പിന്നീട് 2023 ഞാൻ ഒരു ക്യാപ്സ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നൊരു ഓസ്ട്രേലിയൻ എക്സാമാണ്. അപ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കത് എഴുതാനുള്ളൊരു ധൈര്യം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് എടുത്തു. ഹസ്ബൻഡ് 2024 ഏപ്രിൽ 30 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 2 ആഴ്ച ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഹസ്ബൻഡിൻ്റെ കൂടെ എല്ലാ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിൽ ഞാൻ സംബന്ധിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 3rd സ്റ്റഡ് കുത്തി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തൊട്ട് എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. നോർമലി എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഓർത്തു 3rd സ്റ്റഡ് കുത്തിയതിൻ്റെ വേദന കൊണ്ട് വന്ന മൈഗ്രെയിനാണെന്ന് വിചാരിച്ചു. സാധാരണ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ആ വേദന മാറാറുണ്ട്. പക്ഷേ പിറ്റേ ദിവസം വേദന കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇനി കണ്ണിന് എന്തെങ്കിലും കാഴ്ചയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നതായിരിക്കും, ഒരുപാട് പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു ഒപ്താൽമോളജിസ്റ്റിനെ കണ്ടു. പക്ഷേ ആളും പറഞ്ഞു ചിലപ്പോൾ സ്ട്രെയിൻ എടുക്കുന്നതുകൊണ്ടായിരിക്കും, സ്ക്രീൻ ടൈം കൂടുതലുള്ളതുകൊണ്ട് ഐസ് ഡ്രൈ ആയതുകൊണ്ട് ഐ ഡ്രോപ്സും എൻ്റെ ലെൻസും ഒന്ന് മാറ്റി തന്നു. എന്നിട്ടും വേദന കുറയുന്നില്ല. ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ലെഫ്റ്റ് ഐക്ക് റെഡ്നെസ് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ആ ഡോക്ടറെ കാണാൻ, ഇപ്പോൾ ആ ഡോക്ടർ ഒന്ന് ലീവ് ആയതുകൊണ്ട് വേറൊരു ഒപ്താൽമോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഡോക്ടർ പറഞ്ഞത് എൻ്റെ കണ്ണിനുള്ളിൽ ചെറിയ കുരുക്കളുണ്ട്, ഡസ്റ്റ് വന്നിട്ട്, അതിൻ്റെ വേദനയാണെന്ന് പറഞ്ഞു. അത് ക്ലീൻ ചെയ്തു. പക്ഷേ ഒന്നും കൂടി വേദന കൂടിയതല്ലാതെ എനിക്ക് കുറവൊന്നും ഉണ്ടായില്ല. മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ തലവേദന ഭയങ്കരമായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് ഇനി എന്തെങ്കിലും ന്യൂറോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ തലയിൽ നിറയെ മുഴകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കാണാൻ പോയി കണ്ണൂർ. അപ്പോൾ അവിടെ ചെന്ന് CT സ്കാൻ എടുത്തു നോക്കി. അപ്പോൾ CT സ്കാനിലൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. അപ്പോൾ ആൾ പറഞ്ഞു ഇനി എക്സാമിൻ്റെ ടെൻഷൻ കൊണ്ടുണ്ടായ മൈഗ്രെയിൻ ആയിരിക്കും, ഒരു പെയിൻ കില്ലർ തന്ന് വിട്ടു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ നെറ്റിയിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഭാഗത്തായിട്ട് ബ്ലിസ്റ്റർ വന്നു തുടങ്ങി. അപ്പോൾ ബ്ലിസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഹെർപ്പസ് സോസ്റ്ററാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഹെർപ്പസ് സോസ്റ്ററാന്ന് വെച്ച് ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡെർമറ്റോളജിസ്റ്റ് ഒപ്താൽമോളജിസ്റ്റിനെയും ENT-നെ റെഫർ ചെയ്തു. അപ്പോൾ ഒപ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ആൾ മുന്നേ മൈഗ്രെയിൻ ആണെന്ന് വിചാരിച്ചു, അല്ല കണ്ണിൻ്റെ പ്രഷർ, കണ്ണിൻ്റെ കാഴ്ചയുടെ സംബന്ധമായിട്ടുള്ള വേദനയാണെന്ന് വിചാരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് ഓർത്തിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഹെർപ്പസ് സോസ്റ്ററാന്ന് കണ്ടപ്പോൾ ആൾ നന്നായിട്ട് നോക്കി. അപ്പം പറഞ്ഞു ഇത് സ്പ്രെഡ് ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്, എങ്ങനെയായാലും കണ്ണിലേക്ക് വരാൻ സാധ്യതയുണ്ട്, വൈറസ് കണ്ണിലെത്തി കഴിഞ്ഞാൽ പെർമനൻറ്റ് ബ്ലൈൻഡ്നെസ്സിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. പിന്നെ ENT റെഫർ ചെയ്തു. ENT സഹിക്കാൻ പറ്റാത്ത വേദന ആയതുകൊണ്ട് പെയിൻ കില്ലറിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു ന്യൂറോപ്പതിക് പെയിനുള്ള ഗ്യാബപ്പിൻ എന്നൊരു ടാബ്ലറ്റും തന്നു. അങ്ങനെ വീട്ടിലെത്തി ഞാൻ ടാബ്ലറ്റ് കഴിച്ചു.
ആദ്യം ഒരു പെയിൻ കില്ലർ എടുത്തു, എന്നിട്ട് വേദന കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗ്യാബാപ്പെൻറ്റിനും കഴിച്ചു. പക്ഷേ വേദന കുറയുന്നില്ല, കൂടുന്നല്ലാതെ കുറയുന്നില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നോർമലി ഒരുമാതിരിപ്പെട്ട വേദനയൊക്കെ സഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത എത്ര വേദനയായി. ഉറങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും രോഗസൗഖ്യ ധ്യാനം വല്ലതും എന്തെങ്കിലും പ്രാർത്ഥന വല്ലതും യൂട്യൂബിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പം ജോസഫ് അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടു. അത് പഴയ ഒരു വീഡിയോ ആണ്, 3-4 വർഷം മുമ്പുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ആ വേദനയുള്ള ഭാഗത്ത് എനിക്ക് ഉടമ്പടി തൈലം പൂശിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വിശ്വാസത്തോടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദന കുറയാൻ തുടങ്ങി. എനിക്ക് ഉറങ്ങാൻ സാധിച്ചു. പിറ്റേ ദിവസം തൊട്ട് ഒരു പെയിൻ കില്ലർ 3 നേരം പെയിൻ കില്ലർ എടുത്തുകൊണ്ടിരുന്ന ഞാൻ ഒരു പെയിൻ കില്ലർ പോലും എടുക്കാതെ ഞാൻ ഉറങ്ങാൻ എനിക്ക് സാധിച്ചു. ഒരു നോർമലി ഈ ഹെർപ്പസ് സോസ്റ്ററിൻ്റെ പെയിൻ വന്നു കഴിഞ്ഞാൽ 6 മാസം വരെ അതിൻ്റെ വേദന നീണ്ടു നിൽക്കാറുണ്ട്. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു തരം വേദനയാണ്. ഡോക്ടറും പറഞ്ഞിരുന്നു ചിലപ്പോൾ ഈ വേദന ഒരു 6 മാസത്തിന് മേലെ നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് മാക്സിമം എനിക്ക് അന്ന് തന്നെ സിവിയർ വേദന ആ ദിവസം തന്നെ മാറിയെങ്കിലും ചെറിയൊരു വേദനയായിട്ട് പിന്നെ ഉണ്ട്. ഒരു 1.5 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർക്ക് വരെ അത്ഭുതമായിരുന്നു, ഇതെങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ വേദന മാറിയിട്ട് ഇത്രയും സിവിയർ ആയിട്ടുള്ളൊരു ഹെർപ്പസ് സോസ്റ്റർ വന്നിട്ടെന്ന്. അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടി മാതാവ് എനിക്ക് തന്നൊരു സാക്ഷ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് ഞാൻ ക്യാപ്സ് എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ ഓർത്ത് എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ദൈവാനുഗ്രഹം തരുന്നതിന് മുമ്പ് ഒരു സഹനം എനിക്ക് എപ്പോഴും ഉള്ളത്. അപ്പം ഞാൻ ഓർത്തു ഈ ഹെർപ്പസ് സോസ്റ്റർ എന്നെ എക്സാം വിജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് എക്സാം ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ദൈവം തന്നൊരു സഹനമാണെന്നാണ് ഞാൻ ഓർത്തെ. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ എക്സാം എഴുതാൻ പോയി. പക്ഷേ ഈ അവസാന ടൈമിൽ പ്രിപ്പറേഷൻ ടൈമിലായിരുന്നു എനിക്ക് അസുഖം വന്നത്. അതുകൊണ്ട് എനിക്ക് 2-3 ആഴ്ച സ്കിപ്പായിപ്പോയി. അപ്പോൾ ആ സ്കിപ്പായി പോയത് കൊണ്ട് ഒരു ഫയൽ എനിക്ക് നോക്കാൻ പറ്റിയില്ല, ഫാർമസ്യൂട്ടിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ. അപ്പോൾ ആ സബ്ജക്റ്റിൽ ഞാൻ ഫെയിലായിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ ഉടമ്പടി എടുക്കാതെ ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുത്ത് എക്സാം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തതാണല്ലോ. അപ്പം ഞാൻ തന്നെ ഉടമ്പടി എടുത്ത് എൻ്റെ വിശ്വാസവും എൻ്റെ വിശുദ്ധീകരണത്തിനും വേണ്ടി ദൈവം തന്നൊരു അടയാളമായിട്ട് ഞാനതിനെ കണ്ടു. അങ്ങനെ ഓഗസ്റ്റ് 31-ാം തീയതി ഞാൻ വന്ന് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പൂനെയിലേക്ക് പോയി. അവിടെ ചെന്ന് എക്സാം പ്രിപ്പയർ ചെയ്തു, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു. പക്ഷേ എക്സാമിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി ഒരു കാൽക്കുലേഷൻസ് തന്നെ നോർമലി അത്രയും കാൽക്കുലേഷൻസ് എക്സാമിന് വരുന്നതല്ല. പക്ഷേ എനിക്ക് 70% കാൽക്കുലേഷൻസും അത് ഞാൻ കണ്ടിട്ടില്ലാത്ത പോലത്തെ ടൈപ്പ് കാൽക്കുലേഷൻസും ആയിരുന്നു. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാൻ വേണ്ടി 25 ദിവസത്തെ എക്സാം നടന്നത് നവംബർ 27-നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഡിസംബർ 1 തൊട്ട് 25ഓളം നമ്മുടെ ക്രിസ്മസ് നോമ്പിന് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുള്ള ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചോളാം നേർന്ന് ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. കുരിശിൻ്റെ വഴിയും എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രത്യക്ഷ പ്രാർത്ഥനയും മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 12-ാം തീയതി ഡിസംബർ 12-ാം തീയതി റിസൾട്ട് വന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു എക്സാം റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്തില്ല. ഞാൻ 5 രൂപയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കൂടി ഒരു വിശുദ്ധ കുർബാന ഓൺലൈനിൽ കണ്ടതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോയത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു സാക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ആൾ റിസൾട്ട് നോക്കുന്നതിന് മുമ്പ് വിശുദ്ധ തൈലം കൊണ്ട് ആ വെബ്സൈറ്റിൽ കുരിശ് വരച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് പാസ്സായത്. അപ്പം ഞാൻ അത് വിശ്വാസത്തിലെടുത്ത് ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് ഒരു വെബ്സൈറ്റിൽ കുരിശ് വരച്ചതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പാസ്സായി. എൻ്റെ കൂട്ടിയിട്ടായിരുന്ന ഫ്രണ്ടൊന്നും പാസ്സായിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒരിക്കലും ഈ എക്സാം പാസ്സായത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയാൽ ഈശോ തന്നൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഞങ്ങൾ ഈ എക്സാമിൻ്റെ ഭാഗമായിട്ടും പഠനത്തിൻ്റെ ഭാഗമായിട്ടും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടേ പോകാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോകുന്ന എവിടെയും നമ്മൾ പല വലിയ അപകടങ്ങൾ നമ്മൾ നേരിട്ട് നമുക്ക് വരാൻ വന്നതൊക്കെ വഴിമാറി പോകുന്നതും പ്രത്യേക സംരക്ഷണം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ആത്മീയ ജീവിതത്തിലൊരു ഉണർവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിച്ചു. ഉടമ്പടി എടുക്കുന്നതൊരു കേവലം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളതല്ല, വിശ്വാസത്തിലേക്ക് നമ്മളെ കൂടുതൽ ഈശോ ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് മാതാവ് വഴി തന്നൊരു പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടുതലായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ മകളെയും വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്താനുള്ളൊരു ധൈര്യവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഉടമ്പടിയിലൂടെ. എന്നും ഞങ്ങൾ ഈ ഉടമ്പടിയിൽ
നിലനിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസനം പേപ്പർ വീടുകളിൽ കയറി കൊടുക്കാറുണ്ട്, പള്ളിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ അടുത്തൊരു ഓർഫണേജ് ഉണ്ട്, ആ ഓർഫണേജിൽ ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കും. രോഗികളായിട്ടുള്ളവർ പോയി സന്ദർശിക്കും, അവർക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യും. പിന്നെ ഓൺലൈനിലൊക്കെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ അവർക്കൊക്കെ പറ്റുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്.